എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എൽഷദ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ സയൻസ് ക്ലാസ്സുകളാണ്. അതിലിപ്പോൾ പ്രധാനമായി നോക്കുന്നത് 8, 9, 10 എന്നീ ക്ലാസ്സുകളിലെ SCERT സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളാണ്. അതിൽ ഇന്ന് ക്ലാസ് എടുക്കുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന പാഠമാണ്. ഈ പാഠത്തിൽ ഒരുപാട് ക്വസ്റ്റ്യനുകൾ നമുക്ക് പഠിക്കാനുണ്ട്. കേട്ടറ്റിൻ്റെ തന്നെ ആയാലും അതുപോലെ തന്നെ HSA, PSC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയൊരു ചാപ്റ്ററാണ്. നമ്മൾ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാര്യങ്ങൾ, അതായത് INCയുടെ രൂപീകരണവും അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റുകളെ കുറിച്ചിട്ടൊക്കെ ധാരാളം ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ക്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ആ ക്ലാസ്സുകൾ കാണുക. കാരണം ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ക്ലാസ്സുകൾ ഇടാം. അതെല്ലാം തന്നെ കേട്ടറ്റിനായാലും HSA പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ആയാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം തന്നെയാണ്. ഈശ്വര പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഞാനിതിൽ പാഠഭാഗങ്ങളെല്ലാം തന്നെ ഇങ്ങനെ വിശദീകരിക്കുന്നില്ല. പ്രധാനപ്പെട്ട വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ, അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനുകൾ എടുത്ത് പറഞ്ഞ് പോകുന്ന മാത്രമാണ് ചെയ്യുന്നത്. ഇവിടെ ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞിട്ടൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് നെഹ്റു പറഞ്ഞ വാക്കുകളാണിത്. അതായത് അപ്പോൾ ഇങ്ങനെ ചോദ്യം വരാം, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ വിയോഗത്തെ തുടർന്ന് ആര് പറഞ്ഞ വാക്കുകളാണ്, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ മരണത്തെ തുടർന്ന് ആര് പറഞ്ഞ വാക്കുകളാണിത് എന്ന് ക്വസ്റ്റ്യൻ വരാം. ആരാണ് പറഞ്ഞത്? അതെ, നെഹ്റു ആണ്. ഇനി ഇതിൽ സാധ്യതയുള്ളത് ഗാന്ധിജി മരിച്ച ദിവസമാണ് 1948 ജനുവരി 30. 1948 ജനുവരി 30 ഗാന്ധിജി മരിച്ചത്. ഡൽഹിയിലെ പ്രാർത്ഥനായോഗ സ്ഥലത്ത് വെച്ച് നാഥൂറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റാണ് ഗാന്ധിജി മരിച്ചത്. അതൊക്കെ സർവ്വസാധാരണമായി എല്ലാവർക്കും അറിയുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതൊന്നും PSCക്ക് പ്രതീക്ഷിക്കേണ്ട. എന്നാൽ തന്നെ ഈ ആയത്തൊരു നമ്മുടെ ജീവിതത്തിൽ എന്നും നിന്ന് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇത് ആരുടെ മരണത്തെ തുടർന്ന് നെഹ്റു പറഞ്ഞ വാക്കുകളാണ്? ഗാന്ധിജിയുടെ മരണത്തെ കുറിച്ച് നെഹ്റു പറഞ്ഞ വാക്കുകളാണ്. ഗാന്ധിജി മരിച്ചത് 1948 ജനുവരി 30 ഡൽഹിയിലെ പ്രാർത്ഥനായോഗ സ്ഥലത്ത് വെച്ച് നാഥൂറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റിട്ടാണ് ഗാന്ധിജി മരിച്ചത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് 3 ക്വസ്റ്റ്യൻസ് അല്ലേ, ഗാന്ധിജിയുടെ ആ മരണത്തെക്കുറിച്ച് നെഹ്റു വിശേഷിപ്പിക്കുന്ന വിശേഷണം, പിന്നെ ഗാന്ധിജി മരിച്ച ആ ഒരു ഡേറ്റ്, പിന്നെ അദ്ദേഹത്തെ ആരാണ് അങ്ങനെ വെടിവെച്ചത്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻ നമ്മൾ അന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് നോക്കാം. ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയിരുന്ന പ്രദേശങ്ങൾക്ക് പുറമെ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള 600ഓളം നാട്ടുരാജ്യങ്ങളും ഉണ്ടായിരുന്നു. നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനുള്ള സ്വതന്ത്രമായി നിൽക്കാനോ ഉള്ള അധികാരം നൽകിയിട്ടാണ് ബ്രിട്ടൻ ഇന്ത്യ വിട്ടത്. അതിനാൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന മറ്റൊരു പ്രധാന പ്രശ്നമായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനുള്ള സംയോജനം. ഇത് ശ്രമകരമായൊരു ദൗത്യമായിരുന്നു. കേന്ദ്രമന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിൻ്റെ ചുമതല സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു. അപ്പോൾ ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം കേന്ദ്രമന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിൻ്റെ ചുമതല ആർക്കായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു. ആർക്കാണ് ഈ സംസ്ഥാനങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചുമതലകൾ ആർക്കായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലിനാണ്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിയായി മലയാളിയായ VP മേനോനെ അദ്ദേഹം നിയമിച്ചു. അപ്പോൾ ഈ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി ആയിട്ട് സർദാർ വല്ലഭായ് പട്ടേലാണ് VP മേനോനെ നിയമിച്ചത്. ഇവിടെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതൊക്കെയാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ് എന്ത് കേന്ദ്ര മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിൻ്റെ ചുമതല വഹിച്ചത്. എന്നാൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി ആയിട്ട് സർദാർ വല്ലഭായ് പട്ടേൽ നിയമിച്ചത് ആരെയാണ്? VP മേനോനെ. അപ്പോൾ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി ആരായിരുന്നു? സ്വാതന്ത്ര്യത്തിന് ശേഷം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി ആരായിരുന്നു? VP മേനോനായിരുന്നു. ഇനി ഇവിടെ ഒരു ലയന കരാറിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഇൻസ്ട്രുമെൻ്റ് ഓഫ് എസഷൻ, ലയന കരാർ. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് പട്ടേലും VP മേനോനും ചേർന്ന് ഒരു ലയന കരാർ തയ്യാറാക്കി. ഇൻസ്ട്രുമെൻ്റ് ഓഫ് എസഷനാണ്. ഇവിടെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. ആ ലാസ്റ്റ് പാരഗ്രാഫ് ഒന്ന് നോക്കുക. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് വേണ്ടി പട്ടേലും VP മേനോനും ചേർന്ന് തയ്യാറാക്കിയതാണ് എന്ത്? ലയന കരാർ, അതായത് ഇൻസ്ട്രുമെൻ്റ് ഓഫ്
എസഷൻ. ആരാണ് ലയന കരാർ തയ്യാറാക്കിയത്? സർദാർ വല്ലഭായ് പട്ടേലും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിയായി നിയമിതനായ VP മേനോനും ചേർന്നാണ് എന്ത് തയ്യാറാക്കിയത്? ലയന കരാർ. ലയന കരാർ എന്ന് വെച്ചാൽ ഇൻസ്ട്രുമെൻ്റ് ഓഫ് എസഷൻ. ഈ ഒരു ഭാഗത്ത് കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ഞാൻ കുറച്ച് പോയിന്റ്സ് കൂടെ പറയുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് 565ഓളം നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇവയിൽ 3 എണ്ണം ഒഴികെ എല്ലാ നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ തയ്യാറായി. ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ നിന്നിരുന്ന നാട്ടുരാജ്യങ്ങളായിരുന്നു കാശ്മീർ, ജുനഗഡ്, ഹൈദരാബാദ്. അപ്പോൾ ഏതൊക്കെയാണ്? കാശ്മീർ, ജുനഗഡ്, ഹൈദരാബാദ്. ഈ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചിരുന്നു. ഏതൊക്കെയാണ്? ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. അപ്പോൾ ഈ ഓരോ രാജ്യങ്ങളെ, ഈ 3 രാജ്യങ്ങളെയും പിന്നീട് ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടു. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഹൈദരാബാദിനെ ഇന്ത്യയുമായി കൂട്ടിച്ചേർത്ത സൈനിക നടപടി. അപ്പോൾ സൈനിക നടപടി വഴിയാണ് ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനുമായി കൂട്ടിച്ചേർത്തത്. ആ സൈനിക നടപടിയുടെ പേരാണെന്ത്? ഓപ്പറേഷൻ പോളോ. ഇമ്പോർട്ടൻ്റ് ആണ്, PSC പരീക്ഷയ്ക്ക് ധാരാളം ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നമ്മൾ ഓർത്ത് വയ്ക്കുക. കേട്ടിട്ട് എഴുതുന്നവരായാലും HSA പ്രിപ്പയർ ചെയ്യുന്നവരായാലും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് തന്നെയാണ് ഓപ്പറേഷൻ പോളോ. 1948 നടന്നതാണ്. ഹൈദരാബാദിനെ ഇന്ത്യയുമായി കൂട്ടിച്ചേർത്ത സൈനിക നടപടിയാണ് ഓപ്പറേഷൻ പോളോ. 1948 പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ജുനഗഡ്, അത് ഇന്ത്യൻ യൂണിയനെ ചേർക്കാൻ വിസമ്മതിച്ചു എന്ന്. എന്നാൽ ജനഹിത പരിശോധന വഴി, ജനഹിത പരിശോധന എന്ന് വെച്ചാൽ റഫറൻഡം വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യമാണ് ജുനഗഡ്. ജനഹിത പരിശോധന, അതായത് റഫറൻഡം വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്ത രാജ്യമാണ് ജുനഗഡ്. റഫറൻഡം, അതായത് ജനഹിത പരിശോധന വഴി ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർത്ത രാജ്യമാണ് ജുനഗഡ്. ഓപ്പറേഷൻ പോളോ വഴി ഏതാണ്? ഹൈദരാബാദാണ്. റഫറൻഡം, അതായത് ജനഹിത പരിശോധന വഴി ജുനഗഡ്. അടുത്തത്, നാട്ടുരാജ്യങ്ങളെ ഏകീകരിച്ച് ഇന്ത്യൻ യൂണിയൻ സ്ഥാപിക്കുന്നതിന് മുഖ്യ പങ്കുവഹിച്ച വ്യക്തി. നമ്മൾ പറഞ്ഞല്ലോ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ചുമതല ആർക്കായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ആൻസറും. നാട്ടുരാജ്യങ്ങളെ ഏകീകരിച്ച് ഇന്ത്യൻ യൂണിയൻ സ്ഥാപിക്കുന്നതിന് മുഖ്യ പങ്കുവഹിച്ച വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിനായി രൂപം കൊണ്ട ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റിൻ്റെ തലവനായിരുന്ന മലയാളി, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തലവൻ ആരായിരുന്നു? അതിൻ്റെ സെക്രട്ടറി ആരായിരുന്നു? VP മേനോനാണ്. നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിന് പട്ടേലിൻ്റെ സഹായിയായിരുന്ന മലയാളിയായിരുന്നു VP മേനോൻ. ഇത് PSCയിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിന് പട്ടേലിൻ്റെ സഹായിയായിരുന്ന മലയാളിയായിരുന്നു VP മേനോൻ. അദ്ദേഹം എന്താണ്? സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി കൂടിയായിരുന്നു. അദ്ദേഹത്തെ അങ്ങനെ നിയമിച്ചത് ആരാണ്? പട്ടേലാണ് അദ്ദേഹത്തെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിച്ചത്. ഇപ്പോൾ SCRT ടെസ്റ്റിൽ ഇങ്ങനെയാണ് പറയുന്നത്. എന്നാൽ ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് എന്നീ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചു. നമ്മൾ അതുമായി ബന്ധപ്പെട്ട അഡീഷണൽ പോയിന്റും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷൻ പോളോ വഴി ഹൈദരാബാദ്, റഫറൻഡം ജനഹിത പരിശോധന വഴി ജുനഗഡൊക്കെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ടു എന്ന് നമ്മൾ പഠിച്ചു. ഇനി പറയുന്നത്, ഈ വിഭജനകാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി ധാരാളം സിനിമകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു പോവാം. ഋതിക് ഘട്ടക്കിൻ്റെ മേഘേ ധക്കാധാര, MS സത്യുവിൻ്റെ ഗരം ഹവ, ഗോവിന്ദ് നിഹാലിനിയുടെ തമസ്, പമേല റുക്സിൻ്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്നിവ വിഭജനകാലത്തെ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച പ്രശസ്ത സിനിമകളാണ്. അത് PSCയിലൊന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, എങ്കിലും ഒരു അറിവിലേക്കായിട്ട് നമ്മളത് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഏതാണ്? ഋതിക് ഘട്ടക്കിൻ്റെ മേഘേ ധക്കാധാര, MS സത്യുവിൻ്റെ ഗരം ഹവ ആരുടെയാണ്? MS സത്യുവിൻ്റെ. ഗോവിന്ദ് നിഹാലിനിയുടെ തമസ്, പമേല റുക്സിൻ്റെ ട്രെയിൻ ടു
ട്രെയിൻ ടു പാകിസ്ഥാൻ എന്നിവ വിഭജനകാലത്തെ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച പ്രശസ്ത സിനിമകളാണ്. ഋതിക് ഘട്ടക്കിൻ്റെ മേഘേ ധക്കാധാര, MS സത്യുവിൻ്റെ ഗരം ഹവ, ഗോവിന്ദ് നിഹാലിനിയുടെ തമസ്, പമേല റുക്സിൻ്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്നിവ എന്ന പാർട്ടീഷനുമായി ബന്ധപ്പെട്ട വിഭജനകാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ധാരാളം സിനിമകളാണ് ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത്. ഇനി VP മേനോനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ചിത്രത്തിലുള്ളതാണ് VP മേനോൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആള് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എന്തായിരുന്നു, സെക്രട്ടറി ആയിരുന്നു, സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനായിരുന്നു VP മേനോൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാഗത്ത് നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ചു. 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. അതിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഇതാണ്: ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് VP മേനോൻ. ഏതൊക്കെ ഗ്രന്ഥങ്ങളാണ്? ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. അപ്പോൾ അത് തന്നെ കേൾക്കുമ്പോൾ നമുക്ക് അതായിട്ട് കണക്ട് ചെയ്യാം. കാരണം ഈ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണവുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തലവനായിരുന്നു ആര്? VP മേനോൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് നമുക്ക് ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്നുള്ളത്. അടുത്തത് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, അതും ആരുടെയാണ്? VP മേനോൻ്റെയാണ്. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്നീ പുസ്തകങ്ങൾ ആരുടെയാണ്? VP മേനോൻ. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. അടുത്തത് ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് VP മേനോൻ. ഇനി പറയുന്നത് ഈ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷവും ഫ്രാൻസ്, പോർച്ചുഗൽ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ അധീന പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടങ്ങളിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായതായും ഇതോടെ ഫ്രാൻസ് തങ്ങളുടെ അധീന പ്രദേശങ്ങൾ തിരിച്ചു നൽകി. സൈനിക നടപടിയിലൂടെ പോർച്ചുഗലിൻ്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചു. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷവും അതായത് വിദേശ അധിനിവേശം ഉണ്ടായിരുന്ന ഇന്ത്യൻ രാജ്യങ്ങളും അവ ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട വർഷവുമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം പറയുന്നത് ഫ്രാൻസ് ആണ്. ഫ്രാൻസ് അധിനിവേശം വെച്ചിരുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം. അത് ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർക്കപ്പെട്ട വർഷം 1954 നമുക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ഈ പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം എന്നീ പ്രദേശങ്ങളിൽ ആരാധിപത്യം സ്ഥാപിച്ചിരുന്നു? ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശങ്ങളായിരുന്നു പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം. അത് ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർക്കപ്പെട്ട വർഷമാണ് 1954. അടുത്തത് പറയുന്നത് പോർച്ചുഗലാണ്. പോർച്ചുഗൽ അധിനിവേശം വെച്ചിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളാണ് ഗോവ, ദാമൻ, ദിയു. അത് എപ്പോഴാണ് അത് ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ടത്? 1961. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് PSCക്ക് ചോദിച്ചിട്ടുള്ളതാണ്. 1961 പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങളായ ഗോവ, ദാമൻ, ദിയു എന്നിവ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ടത്. എന്നാണ്? 1961. ആരുടെ അധീനതയിലായിരുന്നു? പോർച്ചുഗീസിൻ്റെ അധീനതയിലായിരുന്നു. ഏതൊക്കെ രാജ്യങ്ങളായിരുന്നു? ഗോവ, ദാമൻ, ദിയു. അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം. അത് ഏത് ഇയറിലാണ് ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത്? 1954. 54 പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം എന്നീ ഫ്രാൻസ് അധിനിവേശ പ്രദേശങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു. 1961 ഗോവ, ദാമൻ, ദിയു എന്നിവ പോർച്ചുഗൽ അധിനിവേശത്തിൽ നിന്ന് ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇനി നമ്മൾ പറയുന്നത് ഭരണഘടനാ രൂപീകരണവും ആദ്യ പൊതു തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ രൂപീകരണത്തിനുള്ള അടിത്തറയായത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യൻ രാഷ്ട്ര രൂപീകരണത്തിനുള്ള അടിത്തറയായത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സഭ ഈ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946
ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. അത് രൂപീകരിച്ച വർഷം ഏതാണ്? 1946. ഏതിൻ്റെ നിർദ്ദേശപ്രകാരമാണ്? ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ്. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി ഭരണഘടനാ നിർമ്മാണ സഭ, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി രൂപീകരിച്ചു. ഒന്നുകൂടെ പറയാം. 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. ഏതിൻ്റെ നിർദ്ദേശപ്രകാരമാണ്? ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അധ്യക്ഷൻ. എന്തിൻ്റെ? ഭരണഘടനാ നിർമ്മാണ സഭയുടെ. ഭരണഘടന എഴുതി തയ്യാറാക്കാനായി BR അംബേദ്കർ ചെയർമാനായി ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിച്ചു. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? BR അംബേദ്കർ ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ BR അംബേദ്കർ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിച്ചത്? ഭരണഘടന എഴുതി തയ്യാറാക്കാനായി, അതായത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി തയ്യാറാക്കാനായിട്ടാണ് എന്ത് നിയമിച്ചത്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? BR അംബേദ്കർ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു? 1946 ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി 1946 ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായിട്ട് രൂപീകരിച്ചു. ഭരണഘടന എഴുതി തയ്യാറാക്കാനായി BR അംബേദ്കർ ചെയർമാനായി ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചു. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഉദ്ദേശം എന്താണ്? ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കുക, ഇന്ത്യക്ക് വേണ്ടി ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കുക എന്നാണ്. എന്നതിന് വേണ്ടി നിയമിച്ചതാണ് എന്ത്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? BR അംബേദ്കർ ആണ്. ഇനി ഇതിൽ അടുത്ത് പറയുന്ന പോയിന്റാണ് 1950 ജനുവരി 26 സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യയെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തു. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. റിപ്പബ്ലിക് ഡേ എന്നാണ്? ജനുവരി 26. ഇയർ 1950 ജനുവരി 26. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യ റിപ്പബ്ലിക്കായ അതേ ദിവസം തന്നെയാണ് ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത്. 1950 ജനുവരി 26 സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യയെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ തന്നെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇന്ത്യ റിപ്പബ്ലിക്കായത് 1950 ജനുവരി 26, അതായത് റിപ്പബ്ലിക് ഡേ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1950 ജനുവരി 26. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന വർഷം 1956 ജനുവരി 26. ഇവിടെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. നേരത്തെ നമ്മൾ ഇതേപോലെ 2 ക്വസ്റ്റ്യൻ, അവിടെ 3-4 ക്വസ്റ്റ്യനുകൾ അടുപ്പിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു 2 വരിയാണെങ്കിലും പല രീതിയിലും ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഇന്ത്യക്കൊരു നമ്മളവിടെ പറഞ്ഞ കാര്യം എന്താണ്? ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്ത്? ഈ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി 1946 ഭരണഘടനാ നിർമ്മാണ സഭ, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി രൂപീകരിച്ചു. ഈ ഭരണഘടന എഴുതി തയ്യാറാക്കാനായി BR അംബേദ്കറിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം ചെയർമാനായിട്ട് ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചു. ഇപ്പോൾ പറഞ്ഞ കാര്യം എന്താണ്? 1956 ജനുവരി 26 സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യയെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനി പറയുന്നത് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ചാണ്. അതായത് ഒരു നാട്ടുരാജ്യത്ത് തന്നെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവർ ഇന്ത്യയിലുണ്ടായിരുന്നു. അതിനാൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്നു. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ തന്നെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എന്താണ് 1920? അപ്പോൾ ഇങ്ങനെ ഭാഷാ അടിസ്ഥാനത്തിൽ ഈ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന് ഉള്ള ആശയമുണ്ടായി. അപ്പോൾ എന്താണ് 1920 നാഗ്പൂർ കോൺഗ്രസ് 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ തന്നെ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ കോൺഗ്രസ് കമ്മിറ്റികൾ എങ്ങനെയാണ് രൂപീകരിച്ചത്? ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ്? 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ
തീരുമാനിച്ചത്. അടുത്ത് പറയുന്ന ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന പോട്ടി ശ്രീരാമല്ലു നിരാഹാരം തുടങ്ങി. അപ്പോൾ തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നിരാഹാരം കിടന്ന വ്യക്തിയാണ് ആര്? പോട്ടി ശ്രീരാമല്ലു. പോട്ടി ശ്രീരാമല്ലു ആണ് തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുന്ന ആവശ്യമായി സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന പോട്ടി ശ്രീരാമല്ലു നിരാഹാരം തുടങ്ങി. 58 ദിവസത്തെ നിരാഹാര സമരത്തെ തുടർന്ന് അദ്ദേഹം മരണമടഞ്ഞു. അപ്പോൾ ഇതിനെ തുടർന്ന് ധാരാളം പ്രക്ഷോഭങ്ങളൊക്കെ രൂക്ഷമായി. തുടർന്ന് തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്രാപ്രദേശ് സംസ്ഥാനം 1953 രൂപീകരിച്ചു. അപ്പോൾ തെലുങ്ക് ഈ ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ച ഇയർ എന്നാണ്? 1953. അതുപോലെ തന്നെ ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായി രൂപീകരിക്കേണ്ട സംസ്ഥാനമാണ് ഇത്? ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായി ഒരു തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടി ആദ്യമായിട്ട് ഇന്ത്യയിൽ രൂപീകരിച്ച സംസ്ഥാനമാണ് ഏത്? ആന്ധ്രാപ്രദേശ്. ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ് രൂപീകൃതമായ വർഷം 1953. ഇതിനുശേഷം ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം വേണമെന്ന ആവശ്യം ഇതിനെ തുടർന്ന് ശക്തമായി. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചത്? ഭാഷാടിസ്ഥാനത്തിലുള്ള ഈ സംസ്ഥാനം വേണമെന്നുള്ള ആവശ്യം ശക്തമായപ്പോൾ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഫസൽ അലി ആയിരുന്നു ഈ കമ്മീഷൻ്റെ അധ്യക്ഷൻ. അപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി ആയിരുന്നു ഈ കമ്മീഷൻ്റെ അധ്യക്ഷൻ. അതിൽ ബാക്കിയുണ്ടായിരുന്ന അംഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. HN കുൻസ്രു, മലയാളിയായ KM പണിക്കർ എന്നിവരായിരുന്നു ഇതിലെ മറ്റ് അംഗങ്ങൾ. അവിടെ പിക്ചറൊക്കെ കാണിച്ചിട്ടുണ്ട്. അത് ഫസൽ അലിയാണ് ഈ ഭാഷാടിസ്ഥാനത്തിനുള്ള സംസ്ഥാനങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി ആയിരുന്നു. കൂടാതെ അതിലെ മറ്റംഗങ്ങൾ ആരൊക്കെയാണ്? HN കുൻസ്രു, മലയാളിയായ KM പണിക്കർ എന്നിവരായിരുന്നു ഇതിലെ മറ്റ് അംഗങ്ങൾ. അപ്പോൾ ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? ഫസൽ അലിയാണ്. അതുപോലെ ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ച വർഷം ഏതാണ്? 1953. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനമാണ് ഏത്? ആന്ധ്രാപ്രദേശ്. തെലുങ്കു ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഈ തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടി ഇങ്ങനെ ഒരു സംസ്ഥാനം രൂപീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ നിരാഹാരം കിടന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? പോട്ടി ശ്രീരാമല്ലു ആണ്. നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഫസൽ അലി അധ്യക്ഷനായിട്ട് ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 1956 ഇന്ത്യൻ പുനഃസംഘടനാ നിയമം പാർലമെൻറ്റ് പാസ്സാക്കി. ഇത് പ്രകാരം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. അപ്പോൾ 1956 ഈ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെൻറ്റ് പാസ്സാക്കി. അപ്പോൾ എന്നാണ് ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത്? 1956. ഇത് പ്രകാരം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. എന്നാൽ അവിടെ ഒരു നീല കോളത്തിൽ കൊടുത്തിട്ടുണ്ട്, ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇപ്പോൾ ഉള്ളതാണ് പറയുന്നത്. അതായത് ഈ പിന്നീട് പല ഘട്ടങ്ങളായി പുതിയ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നു. ഇപ്പോൾ ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഒരു സ്റ്റേറ്റ് ക്യാപിറ്റൽ ടെറിട്ടറിയുമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ ഏതൊക്കെയാണ്? 29 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഒരു സ്റ്റേറ്റ് ക്യാപിറ്റൽ ടെറിട്ടറിയുമുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? 29 സംസ്ഥാനങ്ങൾ, 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, ഒരു സ്റ്റേറ്റ് ക്യാപിറ്റൽ ടെറിട്ടറിയുമുണ്ട്. ഇനി പറയുന്നത് ഈ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യയിലെ സാമ്പത്തിക മേഖലയിലെ മുന്നേറ്റങ്ങളെക്കുറിച്ചാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ വളരെ പരിതാപകരമായിരുന്നു. ലോകത്ത് അന്ന് നിലനിന്നിരുന്ന മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും
സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും സമന്വയമായ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ സ്വീകരിച്ചത്. അപ്പോൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എങ്ങനെയുള്ളതാണ്? മിശ്ര സമ്പദ് വ്യവസ്ഥ, അതായത് മിക്സഡ് എക്കോണമിയാണ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് എങ്ങനെയാണ്? മിക്സഡ് എക്കോണമിയാണ്. അപ്പോൾ ഇന്ത്യൻ ഇക്കോണമി എന്താണ്? മിക്സഡ് ഇക്കോണമിയാണ്, മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. അതൊരു കേട്ടിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ എക്കോണമി എങ്ങനത്തെയാണെന്നുള്ളത് മിക്സഡ് ഇക്കോണമിയാണ്. ഇത്തിരി വലിയ ചാപ്റ്ററാണ്, കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസുകളുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെക്കുറിച്ചാണ് ഇതിൽ പഠിക്കുന്നത്. പക്ഷേ പ്രയാസമുള്ള കാര്യങ്ങളൊന്നുമില്ല. പലപ്പോഴായിട്ടും നമ്മൾ പഠിച്ചിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ പറയുന്നുള്ളൂ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. കുറച്ച് ലോങ് ആണ് ക്ലാസ്. അപ്പോൾ നമ്മളൊന്നിങ്ങനെ പെട്ടെന്ന് ഓടിച്ച് പറഞ്ഞു പോയാൽ ഒന്നും തലയിൽ നിൽക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ ഭാഗം റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ക്ലാസ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. മുഴുവൻ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഇരുന്ന് കേൾക്കാൻ പറ്റില്ലെങ്കിൽ പകുതിയോളം കേട്ടിട്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് പകുതി വന്ന് കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബോറിങ് തോന്നില്ല ഈ പാഠത്തിനോട്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. എളുപ്പത്തിൽ നമുക്ക് പഠിച്ചു പോകാൻ പറ്റിയ കാര്യങ്ങൾ തന്നെയുള്ളൂ. ഇനി പറയുന്നത് ആസൂത്രണ കമ്മീഷനെ കുറിച്ചാണ്. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. എന്നാണ്? അതായത് ഈ പ്ലാനിംഗ് കമ്മീഷനാണ്. 1950 മാർച്ച് 15 ഓർത്ത് വയ്ക്കുക. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന് 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചെയർമാനും ഗുൽസാരിലാൽ നന്ദ വൈസ് ചെയർമാനുമായിരുന്നു. ഈ ആസൂത്രണ കമ്മീഷൻ്റെ ചെയർമാനെ കുറിച്ചിട്ടും വൈസ് ചെയർമാനെ കുറിച്ചാണ് പറഞ്ഞത്. ആരാണ്? ജവഹർലാൽ നെഹ്റു ചെയർമാനും ഗുൽസാരിലാൽ നന്ദ വൈസ് ചെയർമാനുമായിരുന്നു. ടി കൃഷ്ണമാചാരി, CD ദേശ്മുഖ് എന്നിവർ അംഗങ്ങളുമായിരുന്നു. അപ്പോൾ ഇതിൽ ബാക്കി ഇവർ കൂടാതെയുള്ള അംഗങ്ങളാണ് പറഞ്ഞത്. ആരാണ്? ടി കൃഷ്ണമാചാരി, പിന്നെ CD ദേശ്മുഖ്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അതായത് 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു. വൈസ് ചെയർമാൻ ആരാണ്? ഗുൽസാരിലാൽ നന്ദയാണ്. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ, പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നു. എന്നാണ്? 1950. അപ്പോൾ കൊല്ലം ഇന്ത്യ റിപ്പബ്ലിക്കായ കൊല്ലം തന്നെയാണെന്ന ഡേറ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചെയർമാനും ഗുൽസാരിലാൽ നന്ദ വൈസ് ചെയർമാനുമായിരുന്നു. ടി കൃഷ്ണമാചാരി, CD ദേശ്മുഖ് എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു. അപ്പോൾ ആസൂത്രണ കമ്മീഷൻ ഇയർ 1950 മാർച്ച് 15 നിലവിൽ വന്ന് ചെയർമാൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആണ്. വൈസ് ചെയർമാൻ ഗുൽസാരിലാൽ നന്ദ. ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് സാമ്പത്തിക മുന്നേറ്റം ലക്ഷ്യമാക്കി നിരവധി പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുകയുണ്ടായി. ഈ പദ്ധതികളിൽ പലതും സ്വാതന്ത്ര്യ സമരകാലത്ത് പല കോൺഗ്രസ് സമ്മേളനങ്ങളും ചർച്ച ചെയ്തിരുന്നവയാണ്. കേന്ദ്രീകൃത സാമ്പത്തിക ആസൂത്രണമായിരുന്നു അവയിൽ പ്രധാനപ്പെട്ടത്. സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കൈക്കൊണ്ടത്. അതായത് എക്കണോമിക് പ്ലാനിങ്. ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം കൈക്കൊണ്ടത് എവിടെ നിന്നാണ്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം, എക്കണോമിക് പ്ലാനിങ് എന്ന ആശയം കൈക്കൊണ്ടത്. അപ്പോൾ എവിടെ നിന്നാണ് ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കൈക്കൊണ്ടത്? സോവിയറ്റ് യൂണിയൻ. സാമ്പത്തികാസൂത്രണം എവിടെ നിന്നാണ് കൈക്കൊണ്ടത് ഇന്ത്യ? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. 1950 ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. സാമ്പത്തിക പുരോഗതിക്കായി ആസൂത്രണ കമ്മീഷൻ നിരവധി പദ്ധതികൾ മുന്നോട്ട് വെച്ചു. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ. അപ്പം എന്താണ്? ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് പ്ലാനിംഗ് കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതികളാണ് 5 ഇയർ പ്ലാൻസ്, പഞ്ചവത്സര പദ്ധതികൾ. ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് പ്ലാനിംഗ് കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ, 5 ഇയർ പ്ലാൻസ്. 1951 തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതികൾ. അപ്പോൾ എപ്പോഴാണ് പഞ്ചവത്സര പദ്ധതികൾ തുടക്കം കുറിച്ചത്? 1951. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന എപ്പോഴാണ്? 1950 മാർച്ച് 15. അപ്പോൾ ഈ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് 1951.
കാർഷിക വ്യവസായിക മേഖല പുഷ്ടിപ്പെടാനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഊർജോൽപാദനത്തിനും വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിക്കും ഇത് സഹായകമായി. സാമ്പത്തിക പുരോഗതിക്കായി വിദേശ രാജ്യങ്ങളുടെ സഹായവും ഇന്ത്യക്ക് ലഭിച്ചു. വിദേശ സഹായത്താൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ആരംഭിച്ചു. അപ്പോൾ ഇന്ത്യയിൽ വിദേശ സഹായത്താൽ ആരംഭിച്ചിട്ടുള്ള ഇരുമ്പുരുക്ക് വ്യവസായശാലകളാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെ ആരുടെ സഹായത്തോടു കൂടിയാന്നുള്ളതൊക്കെ പലപ്പോഴും ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് പഠിച്ചു വെക്കുക. ഇതാണ് അതായത് വിദേശ സഹായത്തോടു കൂടെ ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുള്ള ഇരുമ്പുരുക്ക് വ്യവസായശാലകളാണ്. ഭിലായി സോവിയറ്റ് യൂണിയൻ, ഭിലായി സോവിയറ്റ് യൂണിയൻ, ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ, റുർക്കല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ. അപ്പോൾ വ്യവസായശാലകളെ കുറിച്ചാണ്. ഭിലായി ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെയാണ്. ഭിലായി ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തെ, ഭിലായിയും ബൊക്കാറോയും സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെയാണ്. റുർക്കല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ. ഇത് നമ്മൾ 9ാം ക്ലാസ്സിലോ ഏതൊരു ചാപ്റ്റർ എടുത്തപ്പോൾ നമ്മളിതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു, ഈ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെ കുറിച്ചൊക്കെ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, PSCയിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഭിലായി ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ, റുർക്കല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ. ഭിലായി ബൊക്കാറോ സോവിയറ്റ് യൂണിയനാണ്, റുർക്കല ജർമ്മനി, റുർക്കല ജർമ്മനി. അങ്ങനെ നമുക്ക് അങ്ങനെ തന്നെ ഒരു കണക്ഷൻ കിട്ടും. റുർക്കല ജർമ്മനി, എർ വെച്ചിട്ട് അങ്ങനെ നോക്കിയാൽ മതി. പിന്നെ ദുർഗാപൂർ ബ്രിട്ടൻ, ദുർഗാപൂർ ബ്രിട്ടനാണ്. പിന്നെ ഭിലായി ബൊക്കാറോ സോവിയറ്റ് യൂണിയനാണ്, ഭിലായി ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ, ഭിലായി ബൊക്കാറോ സോവിയറ്റ് യൂണിയനാണ്. റുർക്കല ജർമ്മനിയാണ്, ദുർഗാപൂർ ബ്രിട്ടൻ. ഇനി പറയുന്നത് ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ വൻകിട അണക്കെട്ടുകൾ പ്രധാന പങ്കുവഹിച്ചു. കൃഷിക്കാവശ്യമായ ജലവും വ്യവസായങ്ങൾക്കാവശ്യമായ വൈദ്യോർജ്ജവും ഇതിൽ നിന്ന് ലഭിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയായ ബംഗ്രാനങ്കൽ പദ്ധതി സ്വാതന്ത്ര്യ ഇന്ത്യയുടെ അഭിമാനമാണ്. അപ്പോൾ ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി? ബംഗ്രാനങ്കൽ നദീതട പദ്ധതിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധ ഉദ്ദേശ്യ നദീതട പദ്ധതിയായ ബംഗ്രാനങ്കൽ പദ്ധതി. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ബംഗ്രാനങ്കൽ പദ്ധതിയാണ്. വിവിധോദ്ദേശ പദ്ധതി ഏതാണ്? ബംഗ്രാനങ്കൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് ബംഗ്രാനങ്കൽ പദ്ധതി. ജലസേചന സൗകര്യങ്ങൾ ലഭ്യമായതോടെ ഇന്ത്യയിൽ കാർഷികോൽപാദനം വർദ്ധിച്ചു. കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ദേശീയ തലത്തിൽ 55 പദ്ധതികൾ 1952 ഒക്ടോബർ 2 മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിന് തുടക്കം കുറിച്ചു. എത്ര പദ്ധതികളാണ്? 55 പദ്ധതികൾ. അതൊന്ന് വായിച്ചു പോവാം. ഇനി പറയുന്ന കാര്യങ്ങൾ ഇന്ത്യ കൈവരിച്ച ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളെക്കുറിച്ചാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചു. ഇന്ത്യയുടെ കാർഷിക പുരോഗതിയിലും വ്യവസായവൽക്കരണത്തിലും സാങ്കേതിക വിദ്യയ്ക്കും സാങ്കേതിക വിദഗ്ധർക്കും ഒരു പ്രധാന പങ്കുണ്ട്. ആധുനിക ശാസ്ത്രത്തിൻ്റെ ആരാധകനായിരുന്ന നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഇന്ത്യ അത്ഭുതപൂർവമായ നേട്ടങ്ങൾ കൈവരിച്ചു. നിരവധി ഗവേഷണ സ്ഥാപനങ്ങൾ നിലവിൽ വന്നു. അവയിൽ ചിലതാണ് താഴെ കൊടുത്തിരുന്നത്. അത് ഞാൻ ഏതൊക്കെയെന്ന് വായിക്കാം. ശാസ്ത്ര വ്യവസായിക ഗവേഷണ സമിതി, കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതി, ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചറൽ റിസർച്ച്. പിന്നെ ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ സമിതിയാണ്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. അപ്പോൾ ഏതൊക്കെയാണ്? കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചറൽ റിസർച്ച്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. ശാസ്ത്ര വ്യവസായിക ഗവേഷണ സമിതി, ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതി, ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ സമിതി. അപ്പോൾ കാർഷിക രംഗത്ത്, മെഡിക്കൽ രംഗത്ത്, ശാസ്ത്ര വ്യവസായിക രംഗത്തൊക്കെ ഇന്ത്യ നേട്ടങ്ങൾ കൈവരിച്ചതിൻ്റെ ഭാഗമായിട്ട് വന്ന ഗവേഷണ സ്ഥാപനങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്.
ശാസ്ത്ര വ്യവസായിക ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത് ഹോമി ജഹാംഗീർ ബാബയും, നമ്മൾ ഹോമി ജെ ബാബ എന്നൊക്കെ പറഞ്ഞിട്ട് ഹോമി ജഹാംഗീർ ബാബയും SN ഭട്നാഗറുമായിരുന്നു. ഭട്നാഗറും അതുപോലെ തന്നെ ഹോമി ജെ ബാബയുമാണ്. ശാസ്ത്ര വ്യവസായിക ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത് ഹോമി ജെ ബാബയും ഹോമി ജഹാംഗീർ ബാബയും SN ഭട്നാഗറുമായിരുന്നു. ഹോമി ജഹാംഗീർ ബാബ നേതൃത്വം നൽകിയ ശാസ്ത്ര സ്ഥാപനങ്ങളാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്, അതുകൂടാതെ ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ. ഏതൊക്കെയാണ്? ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്, ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ. അപ്പോൾ ഹോമി ജഹാംഗീർ ബാബ നേതൃത്വം നൽകിയ ശാസ്ത്ര സ്ഥാപനങ്ങളാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് ആൻഡ് ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്, പിന്നെ ഏതാണ്? ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ. എന്നിവ നേതൃത്വം നൽകിയത് ആരാണ്? ഹോമി ജെ ബാബ. ഹോമി ജഹാംഗീർ ബാബയാണ് അദ്ദേഹം നേതൃത്വം നൽകിയ ശാസ്ത്ര സ്ഥാപനങ്ങളാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്, ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ എന്നിവ. ലോകോത്തര നിലവാരമുള്ള നിരവധി എഞ്ചിനീയറിംഗ് വിദ്യാലയങ്ങൾ അക്കാലത്ത് സ്ഥാപിതമായി. 5 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികൾ 1954 1964 ഇടയ്ക്ക് സ്ഥാപിക്കുകയുണ്ടായി. ശാസ്ത്ര സാമഗ്രികളുടെയും വിജ്ഞാനത്തിൻ്റെയും കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കണം എന്ന നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടാണ് ഇതിന് അടിസ്ഥാനമായത്. തുടർന്ന് മെഡിക്കൽ വിദ്യാഭ്യാസം, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ജനിതക ശാസ്ത്രം, ജൈവ സാങ്കേതിക വിദ്യ, ആരോഗ്യം, ഗതാഗതം, സമുദ്ര ഗവേഷണം, വിവര സാങ്കേതിക വിദ്യ, ആണവോർജം എന്നീ മേഖലകളിലെല്ലാം ഇന്ത്യ വൻ നേട്ടം കൈവരിച്ചു. ഇനി ഇവിടെ പറയുന്ന കാര്യമാണ് 1962 ജവഹർലാൽ നെഹ്റുവിൻ്റെയും ശാസ്ത്രജ്ഞനായ വിക്രം സാരാഭായിയുടെയും ശ്രമഫലമായി ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി. അപ്പോൾ ആരുടെയൊക്കെയാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെയും ശാസ്ത്രജ്ഞനായ വിക്രം സാരാഭായിയുടെയും ശ്രമഫലമായി ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി. എപ്പോഴാണ്? 1962. അതിനെ തുടർന്ന് 1969 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ISRO, അതായത് ഇന്ത്യൻ ബഹിരാകാശ സംഘടന ISROയുടെ രൂപീകരണത്തോടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ നേതൃത്വം ഇതിൻ്റെ കീഴിലായി. അതായത് ഇവിടെ പറഞ്ഞത് ഈ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ നേതൃത്വം ഈ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ നേതൃത്വത്തിൻ്റെ കീഴിലായി എന്നാണ് പറയുന്നത്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണം എന്തിൻ്റെ കീഴിലായി? ISROയുടെ കീഴിലായി. തിരുവനന്തപുരത്തിനടുത്തുള്ള തുമ്പയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? തിരുവനന്തപുരത്തിനടുത്തുള്ള തുമ്പയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിച്ചത് എവിടെയാണ്? തിരുവനന്തപുരത്ത് തുമ്പയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തിരുവനന്തപുരത്തിനടുത്തുള്ള തുമ്പയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? തിരുവനന്തപുരത്തിനടുത്തുള്ള തുമ്പയിലാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷകരുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായി 1975 ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. അപ്പോൾ ആര്യഭട്ട വിക്ഷേപിച്ച ഇയർ എപ്പോഴാണ്? 1975. 1975 ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായി ഇന്ത്യ വിക്ഷേപിച്ചു. അപ്പോൾ ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹം ആര്യഭട്ടയാണ്. 1975 ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും കഴിവുള്ള ഏക വികസ്വര രാഷ്ട്രമെന്ന ബഹുമതി നേടിയെടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞത് നെഹ്റുവിൻ്റെ ദീർഘദൃഷ്ടി മൂലമാണ്. ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ ഏതാനും ഏജൻസികളിൽ നിന്ന് നമുക്കുണ്ട്. അതായത് ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന നമ്മുടെ ഏജൻസികളെ കുറിച്ചാണ് പറയുന്നത്. നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി, നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി, പിന്നെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി, നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. അടുത്ത് പറയുന്നത് ഈ മിസൈൽ സാങ്കേതിക വിദ്യയിലും ഇന്ത്യ പുരോഗതി കൈവരിച്ചു. അതായത് ഈ മിസൈലുകളുടെ സാങ്കേതിക വിദ്യയിലും ഇന്ത്യ പുരോഗതി കൈവരിച്ചു. ഇന്ത്യ വികസിപ്പിച്ച മിസൈലുകളാണ് അഗ്നി,
പൃഥ്വി തുടങ്ങിയവ. അപ്പോൾ ഇന്ത്യ വികസിപ്പിച്ച മിസൈലുകളാണ് ഏതൊക്കെ? അഗ്നി, പൃഥ്വി തുടങ്ങിയവ. ഇന്ത്യ വികസിപ്പിച്ച മിസൈലുകളാണ് അഗ്നി, പൃഥ്വി തുടങ്ങിയവ. അപ്പോൾ ഓരോ രംഗത്തും ഇന്ത്യ നേട്ടം കൈവരിച്ചതിൻ്റെ ഉദാഹരണങ്ങളാണ് പറയുന്നത്. അതിൽ ഡോക്ടർ രാജാരാമണ്ണ, ഡോക്ടർ APJ അബ്ദുൽ കലാം എന്നിവർ ആണവരംഗത്ത് പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകി. അപ്പോൾ ആരൊക്കെയാണ്? രാജാരാമണ്ണ, അതുപോലെ തന്നെ ഡോക്ടർ അബ്ദുൽ കലാം എന്നിവരൊക്കെ ആണവരംഗത്ത് പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകി. ഇനി വിക്രം സാരാഭായിനെ കുറിച്ചിട്ടും ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കുറിച്ചിട്ടും 2 ബോക്സിലായിട്ട് ചില വിശേഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് വായിക്കാം. ആണവശാസ്ത്ര മേഖലയിലും ബഹിരാകാശ മേഖലയിലും ഒരുപോലെ സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞനാണ് വിക്രം സാരാഭായ്. ഏതൊക്കെ മേഖലകളിലാണ്? ആണവശാസ്ത്ര മേഖലയിലായാലും ബഹിരാകാശ മേഖലയിലായാലും. കേംബ്രിഡ്ജിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടി ഇന്ത്യയിലെത്തിയ അദ്ദേഹം അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ ഫിസിക്സ് പ്രൊഫസറും ഡയറക്ടറുമായി. തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം തുടങ്ങിയവയുടെ ശില്പി വിക്രം സാരാഭായിയാണ്. അപ്പോൾ ഏതൊക്കെയാണ്? തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെയും അതുപോലെ തന്നെ അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം തുടങ്ങിയവയുടെ ശില്പി ആരാണ്? വിക്രം സാരാഭായിയാണ്. തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെയും അതുപോലെ തന്നെ അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം, അതുപോലെ തന്നെ തിരുവനന്തപുരത്തുള്ള തുമ്പയിലെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, ഇതിൻ്റെയൊക്കെ ശില്പി ആരാണ്? വിക്രം സാരാഭായിയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി തുമ്പയിലെ ബഹിരാകാശ കേന്ദ്രത്തിന് വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ എന്ന് പേര് നൽകി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് തുമ്പയിലെ ബഹിരാകാശ കേന്ദ്രത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്ന് പേര് നൽകിയത്. അപ്പോൾ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എവിടെയാണ്? തുമ്പയിലാണ്. തിരുവനന്തപുരത്തിനടുത്തുള്ള തുമ്പയിലാണ് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ. അപ്പോൾ ഈ തുമ്പയിലുള്ള ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിനാണ് ഈ വിക്രം ബായിയുടെ ഓർമ്മയ്ക്കായിട്ട് പേര് കൊടുത്തതാണ് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ ആണ്. VSSC, വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ. അദ്ദേഹത്തിൻ്റെ ഈ വിക്രം സാരാഭായുടെ ഓർമ്മയ്ക്കാണ് തുമ്പയിൽ ഉള്ള ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന് അദ്ദേഹത്തിൻ്റെ പേരാണ് കൊടുത്തത്. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ. ഇനി പറയുന്നത് APJ അബ്ദുൽ കലാമിനെ കുറിച്ചാണ്. ഇന്ത്യയുടെ 11ാം രാഷ്ട്രപതിയായ ഡോക്ടർ APJ അബ്ദുൽ കലാം ശാസ്ത്രജ്ഞനും ഗവേഷകനുമായിരുന്നു. മിസൈൽ സാങ്കേതികവിദ്യ പരിപോഷിപ്പിക്കുന്നതിൽ വിദഗ്ധനായിരുന്നു അദ്ദേഹം. ISROയുടെ ചുമതല വഹിച്ച അദ്ദേഹം ബഹിരാകാശ ഉപഗ്രഹ വിക്ഷേപണ വാഹിനികൾ, അതായത് SLV-3, PSLV എന്നിവ വികസിപ്പിച്ചു. അദ്ദേഹമാണ് SLV-3യും PSLV എന്ന ഉപഗ്രഹ വിക്ഷേപണ വാഹിനികൾ വികസിപ്പിച്ചത് ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. അദ്ദേഹത്തെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ആരെയാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത്? APJ അബ്ദുൽ കലാമിനെയാണ്. അപ്പോൾ അദ്ദേഹം അദ്ദേഹം വികസിപ്പിച്ച ഉപഗ്രഹ വിക്ഷേപണ വാഹിനികളാണ് SLV-3, PSLV എന്നിവ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ APJ അബ്ദുൽ കലാമാണ്. അദ്ദേഹം വികസിപ്പിച്ച ബഹിരാകാശ ഉപഗ്രഹ വിക്ഷേപണ വാഹിനികളാണ് SLV-3, PSLV എന്നിവ. ചന്ദ്രയാൻ, മംഗൾയാൻ ദൗത്യങ്ങളോടെ ഇന്ത്യ ബഹിരാകാശ പര്യവേഷണങ്ങളുടെ പുതുയുഗത്തിലേക്ക് പ്രവേശിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്രപരീക്ഷണ ദൗത്യമായ ചന്ദ്രയാന് 2008 ഒക്ടോബറിൽ തുടക്കം കുറിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്രപരീക്ഷണ ദൗത്യമായ ചന്ദ്രയാന് 2008 ഒക്ടോബറിൽ തുടക്കം കുറിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്രപരീക്ഷണ ദൗത്യമായ ചന്ദ്രയാന് 2008 ഒക്ടോബറിൽ തുടക്കം കുറിച്ചു. അമേരിക്ക, റഷ്യ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ചൈന, ജപ്പാൻ എന്നിവയ്ക്ക് ശേഷം ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകമെത്തിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറി. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങൾക്ക് ശേഷമാണ്? അമേരിക്ക, റഷ്യ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ചൈന, ജപ്പാൻ എന്നിവയ്ക്ക് ശേഷം ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകമെത്തിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറി. അപ്പോൾ ചന്ദ്രയാൻ്റെ ആ കാര്യങ്ങളാണ് പറഞ്ഞത്. 2008 ഒക്ടോബറിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്രപരീക്ഷണ ദൗത്യമായ ചന്ദ്രയാന് തുടക്കം കുറിച്ചത്. അങ്ങനെ കുറച്ച് രാജ്യങ്ങളുടെ പേര് പറഞ്ഞു. അതിനുശേഷം ആരാണ്? ഇന്ത്യ. ആ ബഹുമതി ഇന്ത്യക്കാണ്. അത് കഴിഞ്ഞാൽ അടുത്തത് പറയുന്നത്
ഇന്ത്യ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേരാണ് മംഗൾയാൻ. അപ്പോൾ ചന്ദ്രനിൽ നമ്മൾ ആ ചന്ദ്രപരീക്ഷണത്തിൻ്റെ ദൗത്യം എന്താണ്? ചന്ദ്രയാനാണ്. എന്നാൽ ചൊവ്വയിൽ നടത്തിയ ദൗത്യത്തിൻ്റെ പേരാണ് മംഗൾയാൻ. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേരാണ് മംഗൾയാൻ. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേരാണ് മംഗൾയാൻ. ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകമെന്ന ഖ്യാതി മംഗൾയാനാണ്. അപ്പം എന്താണ്? ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകമെന്ന ഖ്യാതി ആർക്കാണ്? മംഗൾയാനാണ്. അപ്പോൾ ചൊവ്വയിലേക്കുള്ള ദൗത്യമാണ് എന്ത്? ഈ മംഗൾയാൻ. ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം എന്ന ഖ്യാതി മംഗൾയാനാണ്. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടായ നിരവധി നേട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തുണ്ടായ നിരവധി നേട്ടങ്ങളെക്കുറിച്ചാണ്. വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. അത് ഡോക്ടർ CS കോത്താരി അത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു കോഴ്സ് എന്നിട്ട് ഇത് ആരുടെയാണുള്ളത്? ഡോക്ടർ CS കോത്താരി. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഡോക്ടർ CS കോത്താരി. ഇനി രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ ദേശീയ നേതാക്കൾ സ്വാതന്ത്ര്യാനന്തരം തദ്ദേശീയമായ വിദ്യാഭ്യാസ നയം വളർത്തിയെടുക്കാൻ ശ്രമിച്ചു. ഇന്ത്യൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുന്നതിനും ശുപാർശകൾ സമർപ്പിക്കുന്നതിനുമായി ഗവൺമെൻറ് പല ഘട്ടങ്ങളിലായി വിവിധ കമ്മീഷനുകളെ നിയമിച്ചു. ഇനി നമ്മൾ ആ കമ്മീഷനുകളും അതിൻ്റെ ലക്ഷ്യങ്ങളും അതിൻ്റെ ശുപാർശകളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഇനി ആ കമ്മീഷനുകളും അതിൻ്റെ ലക്ഷ്യങ്ങളും അതിൻ്റെ ശുപാർശകളാണ്. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948 ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. അതിൻ്റെ ലക്ഷ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം. അതിൻ്റെ ശുപാർശകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGC എന്നിവ രൂപീകരിക്കണം. അപ്പോൾ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948 വന്ന ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ്? സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനമാണ്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ അവർ ശുപാർശ ചെയ്യുന്നത്? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം, പിന്നെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGC രൂപീകരിക്കണം. അപ്പോൾ 1948 വന്ന ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ്? സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനമാണ്. ഓർത്ത് വയ്ക്കുക, സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനമാണ് ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷൻ. അടുത്തത് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ്. അത് 1952 1952 ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം. ആദ്യത്തെ എന്താണ്? രാധാകൃഷ്ണൻ്റെ സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ്. എന്നാൽ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ എന്താണ്? സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനമാണ്. അതിൻ്റെ ശുപാർശകൾ ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം, സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം, വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം, അധ്യാപകന പരിശീലന സമിതി രൂപീകരിക്കണം. അപ്പോൾ ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ്റെ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനമാണ് ഈ മുതലിയാർ കമ്മീഷൻ്റെ ലക്ഷ്യം. അടുത്തത് ഡോക്ടർ CS കോത്താരി കമ്മീഷനാണ്. അത് 1964 ഡോക്ടർ CS കോത്താരി കമ്മീഷൻ 1964 വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശം. വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശമാണ് കോത്താരി കമ്മീഷൻ. അതായത് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. അതായത് 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ, അത് കഴിഞ്ഞ് ഈ +1 +2 അത് 2 ഇയർ, പിന്നെ ഡിഗ്രി 3 ഇയർ എന്നീ മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്നുള്ളതാണ്. പിന്നെ സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം, മൂല്യവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. അപ്പോൾ ഓരോന്നിൻ്റെയും ശുപാർശകളാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ കമ്മീഷനാണ്, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് പഠിച്ചു വയ്ക്കുക. ഡോക്ടർ രാധാകൃഷ്ണൻ സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനമാണ്. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനമാണ്. ഡോക്ടർ CS കോത്താരി കമ്മീഷൻ 1964 വന്ന കോത്താരി കമ്മീഷൻ വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശം. അതിലാണ് ഈ 10, അതുപോലെ തന്നെ 10+2+3 എന്ന മാതൃക വിദ്യാഭ്യാസം, അതുപോലെ തന്നെ സെക്കൻഡറി തലത്തിലെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, മൂല്യവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം എന്നീ കാര്യങ്ങളൊക്കെ പറയുന്നത്. 1986
ദേശീയ വിദ്യാഭ്യാസ നയം നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ രൂപീകരിച്ചു? ഇപ്പോഴാണ് 1986 ദേശീയ വിദ്യാഭ്യാസ നയം. പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് നടപ്പിലാക്കിയത്. 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പ്രധാന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകണം. പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി നടപ്പിലാക്കണം. അവ എന്താണ് ഈ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്? പ്രൈമറി തലത്തിലെ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി നടപ്പിലാക്കണം. ഇതൊക്കെയാണ് പ്രൈമറി തലത്തിലെ വിദ്യാഭ്യാസം സാർവത്രികമാക്കണം, അതുപോലെ തന്നെ സ്കൂളിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി നടപ്പിലാക്കണം. ഓരോ ജില്ലയിലും നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകണം. അപ്പോൾ 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പ്രധാന നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഇനി മൗലാന അബ്ദുൽ കലാം ആസാദിനെ കുറിച്ചാണ്. സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം സുപ്രധാന പങ്ക് വഹിച്ചു. അപ്പോൾ നമ്മൾ എന്താണ് ഈ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ, അതായത് ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയം എന്താണെന്ന് നമ്മൾ തൊട്ട് മുമ്പ് വിശദീകരിച്ചതാണ്. അപ്പോൾ ഇത് രൂപീകരിക്കപ്പെടുന്നതിൽ അദ്ദേഹം സുപ്രധാനമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. അപ്പോൾ ആരുടെ ജന്മദിനമാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനം. ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ്, നവംബർ 11. ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? മൗലാന അബ്ദുൽ കലാമിൻ്റെയാണ്. നവംബർ 11 അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്. നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനം. ആരുടെ ജന്മദിനമാണത്? മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമായ നവംബർ 11. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. പിന്നെ അദ്ദേഹം രചിച്ച ശ്രദ്ധേയമായൊരു ഗ്രന്ഥമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നത് അദ്ദേഹത്തിൻ്റെ ഈ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പുസ്തകമാണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നത് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പുസ്തകമാണ്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ആര്? മൗലാന അബ്ദുൽ കലാം ആസാദ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ശ്രദ്ധേയമായ ഗ്രന്ഥമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് ഇതിൽ തന്നെയുണ്ട്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്. അതുപോലെ തന്നെ ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11. ആരുടെ ജന്മദിനമാണത്? മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി നമ്മൾ ആചരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ഗ്രന്ഥം ഏതാണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം. അപ്പോൾ ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇനി പറയുന്നത് ഇന്ത്യയുടെ ചില സാംസ്കാരിക നേട്ടങ്ങളെക്കുറിച്ചാണ്. സാംസ്കാരിക രംഗത്തും ഇന്ത്യക്ക് ഒരുപാട് മുന്നേറ്റങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഇവിടെ ഒരു ബോക്സിലൊരു കാര്യം കൊടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമാണ് സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. സെൻറ്റർ ഫോർ കൾച്ചറൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്താണ്? വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി, ഇന്ത്യക്ക് തനതായ ചില സംസ്കാരങ്ങളുണ്ട്. അപ്പോൾ ഈ വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമാണ് സെൻറ്റർ ഫോർ കൾച്ചറൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. ന്യൂഡൽഹിയിലാണ് ഇതിൻ്റെ ആസ്ഥാനം. അപ്പോൾ സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഡൽഹിയിലാണ്. അധ്യാപകർക്കും കുട്ടികൾക്കുമായി സാംസ്കാരിക വിനിമയത്തിനുള്ള വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നാണ് ഇതിൻ്റെ ലക്ഷ്യം. എന്താണ്? അധ്യാപകർക്കും കുട്ടികൾക്കുമായി സാംസ്കാരിക വിനിമയത്തിനുള്ള
വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നാണ് ഇതിൻ്റെ ലക്ഷ്യം. ആ സ്ഥാപനം ഏതാണ്? സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. അത് രൂപീകരിച്ചത് എപ്പോഴാണ്? 1979 സെൻറ്റർ ഫോർ കൾച്ചറൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമാണ് സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. അപ്പോൾ ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അധ്യാപകർക്കും കുട്ടികൾക്കുമായി സാംസ്കാരിക വിനിമയത്തിനുള്ള വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. സംഗീത നാടക അക്കാദമി, അത് ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ദ നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ്, ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നാണ് ഇത് മുൻപ് അറിയപ്പെട്ടിരുന്നത്. സംഗീതത്തിൻ്റെയും നാടകത്തിൻ്റെയും പ്രോത്സാഹനമാണ് ലക്ഷ്യം. സംഗീത നാടക അക്കാദമി. അപ്പോൾ മുമ്പ് അറിയപ്പെട്ടിരുന്നത് എന്താണ്? ദ നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ്, ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നാണ്. ഇപ്പോൾ അത് സംഗീത നാടക അക്കാദമി എന്നാണ്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അടുത്തത് ലളിതകല അക്കാദമിയാണ്. അതും ന്യൂഡൽഹിയാണ് ആസ്ഥാനം. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണത്തിന് ലക്ഷ്യം. ലളിതകല അക്കാദമി ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണമാണ് ലക്ഷ്യം. അത് ന്യൂഡൽഹി തന്നെയാണ് ആസ്ഥാനം. അടുത്തത് സാഹിത്യ അക്കാദമിയെക്കുറിച്ചാണ്. ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിൻ്റെ ഉന്നമനമാണ് ലക്ഷ്യം. ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിൻ്റെ ഉന്നമനമാണ് ലക്ഷ്യം. ആസ്ഥാനം എവിടെയാണ്? ഡൽഹി തന്നെയാണ്. അടുത്തത് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ അതും ആസ്ഥാനം ന്യൂഡൽഹി തന്നെയാണ്. സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ സ്ഥാപിതമായി സ്കൂൾ ഓഫ് ഡ്രാമ എല്ലാ വർഷവും നാടകമേള നടത്തുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഈ സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ സ്ഥാപിതമായതാണ് എന്ത്? നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ. അപ്പോൾ അവരുടെ ഈ നാടകത്തെയും ഈ സംഗീതത്തെയൊക്കെ പ്രോത്സാഹിപ്പിക്കലാണ് എന്തിൻ്റെ ലക്ഷ്യം? സംഗീത നാടക അക്കാദമിയുടെ. അപ്പോൾ അവരുടെ കീഴിൽ സ്ഥാപിതമായതാണ് എന്ത്? നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ. ഇത് എല്ലാ വർഷവും നാടകമേള നടത്തുന്നുണ്ട്. ആസ്ഥാനം ന്യൂഡൽഹി തന്നെയാണ്. അടുത്തത് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെയാണ് ഈ നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ. ആസ്ഥാനം ന്യൂഡൽഹി തന്നെയാണ്. അപ്പോൾ ഇത് 5 ന്യൂഡൽഹി തന്നെയാണ് ആസ്ഥാനം. ഏതൊക്കെയാണ്? സംഗീത നാടക അക്കാദമി, ലളിതകല അക്കാദമി, സാഹിത്യ അക്കാദമി, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ഏതൊക്കെയാണ്? സംഗീത നാടക അക്കാദമി, ലളിതകല അക്കാദമി, സാഹിത്യ അക്കാദമി, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ഇതിൻ്റെയൊക്കെ ആസ്ഥാനം ന്യൂഡൽഹി തന്നെയാണ്. പിന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളൊന്ന് നോക്കി വയ്ക്കുക. നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ലളിതകല അക്കാദമി എന്താണ്? ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണമാണ് ലക്ഷ്യം. സാഹിത്യ അക്കാദമി എന്താണ്? ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിൻ്റെ ഉന്നമനമാണ് ലക്ഷ്യം. സംഗീത നാടക അക്കാദമിയുടെ എന്താണ്? സംഗീതത്തിൻ്റെയും നാടകത്തിൻ്റെയും പ്രോത്സാഹനമാണ് ലക്ഷ്യം. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ അത് ഈ സംഗീത നാടക അക്കാദമിയുടെ കീഴിലാണ് സ്ഥാപിതമായത്. എല്ലാ വർഷവും അവർ നാടകമേള നടത്തുന്നു. ഈ നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്താണ്? കുറഞ്ഞ ചെലവുകളിൽ പുസ്തകം പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക. ഈ 5 ആസ്ഥാനം ഇവിടെ തന്നെയാണ്, ന്യൂഡൽഹി തന്നെയാണ്. ഇനി പറയുന്നത് വിദേശ നയത്തെക്കുറിച്ചാണ്. ഇത് ഫോറിൻ പോളിസിയാണ്. അതിൽ ജസ്റ്റ് അവിടെ ഒരു കോട്ട് ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ വായിക്കാം. ലോകത്തെ എല്ലാ ജനവിഭാഗത്തിൻ്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുമായും സൗഹൃദപരമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം. ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറല്ലെന്ന് ലോകരാജ്യങ്ങളോട് ഉണർത്താനുള്ളത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രസംഗത്തിലുള്ള ചില വാക്കുകളാണ് 1947. ഈ വിദേശ നയവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, വിദേശ രാജ്യങ്ങളോടുള്ള ഇന്ത്യയുടെ സമീപനം വ്യക്തമാക്കുന്നതാണ് നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപപ്പെടുത്തിയ വിദേശ നയമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ സ്വീകരിച്ചത്. അപ്പോൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപപ്പെടുത്തിയ വിദേശ നയമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ സ്വീകരിച്ചത്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി, ഇമ്പോർട്ടൻ്റ് ആണ്, വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഫോറിൻ പോളിസിയുടെ ശില്പി ആരാണ്?
ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ ഈ ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളെക്കുറിച്ചൊന്ന് പറയാം. ഒന്ന് കേട്ടിരിക്കുക, നല്ലതാണ്. കാരണം സാമ്രാജ്യത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്, വംശീയവാദത്തോടുള്ള വിദ്വേഷം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സമാധാനപരമായ സഹവർത്തിത്വം, പഞ്ചശീല തത്വങ്ങൾ, വിദേശ സഹായത്തിൻ്റെ ആവശ്യകതയിലുള്ള ഊന്നൽ, ചേരിചേരായ്മ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളാണ് ഈ പറഞ്ഞത്. ഇനി പഞ്ചശീല തത്വങ്ങളെ കുറിച്ചിട്ടാണ്. 1954 ചൈനയുമായി അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായിയുമായാണ് സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചത്. അപ്പോൾ ആരൊക്കെയാണ്? ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ ചൈനീസ് പ്രധാനമന്ത്രിയായ ചൗ എൻ ലായിയുമായാണ് സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചത്. അതായത് ഈ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായ ചൗ എൻ ലായിയുമായാണ്. ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീലമെങ്കിലും എല്ലാ രാജ്യങ്ങളോടുള്ള ഇന്ത്യയുടെ സമീപനം അതുതന്നെയായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് പറയാം. രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. അപ്പോൾ ഇതൊക്കെ ഈ പഞ്ചശീല തത്വങ്ങളുടെ പറയുന്ന ആ കാര്യങ്ങളാണ്. ഇനി രണ്ടാം ലോക യുദ്ധാനന്തരം രൂപീകരിക്കപ്പെട്ട ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്തതിലൊരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം രൂപീകരിക്കപ്പെട്ട ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്തതിലൊരാൾ ആരായിരുന്നു? ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ സ്ഥിരമായി ഒരു ചേരിയോടൊപ്പം നിൽക്കാതെ പ്രശ്നത്തിൻ്റെ ശരിതെറ്റുകൾ വിലയിരുത്തി നിലപാടെടുക്കുക എന്ന സമീപനമാണ് ഇന്ത്യ സ്വീകരിച്ചത്. അതായത് ആരുടെ അടുത്തും അങ്ങനെ ചേരാതെ എന്ത് ചെയ്യുന്നു? ആ പ്രശ്നത്തിൻ്റെ ശരിതെറ്റുകൾ വിലയിരുത്തി നിലപാടെടുക്കുക എന്ന സമീപനമാണ് ഇന്ത്യ സ്വീകരിച്ചത്. അപ്പോൾ ഇതോടുകൂടെ ഈ പാഠം കഴിഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെക്കുറിച്ചിട്ട് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഇതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അനേകം ക്വസ്റ്റ്യൻസ് വേറെ പറയാനുണ്ട്. എന്നാൽ ഈ പാഠത്തിലെ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ഏകദേശം ഈ ക്ലാസ് 1 മണിക്കൂറിന് അടുത്ത് ഉണ്ട്, 1 മണിക്കൂറിന് മേലെ ഉണ്ട്. എന്തായാലും നിങ്ങൾ ക്ലാസ് മുഴുവൻ കാണുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസുകളുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും ഞാൻ അങ്ങനെ വിശദീകരിച്ചിട്ടില്ല. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ വിശദീകരിച്ചു പോയത്. അപ്പോൾ നന്നായി പഠിക്കുക. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ശുഭഭാവി നേരുന്നു. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്